എന്താന്ന് ഞാൻ കൺഫേം ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ 2-3 ടേക്ക് ആയതുകൊണ്ട് തന്നെ അവരുടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരുന്നത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്നാലും ഞാൻ ഒരുപാട് ഒച്ചയിൽ പറയാൻ പറ്റത്തില്ലല്ലോ. ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വിചാരിച്ചാൽ ഇന്ന് ഞാൻ അഖിൽചേട്ടന് വേണ്ടി ഒരു സർപ്രൈസ് കൊടുക്കാൻ പോവുകയാണ്. അപ്പം കുറേ നാളായി സത്യം പറഞ്ഞാൽ ഞാൻ അഖിൽചേട്ടൻ എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുത്തിട്ട്. അപ്പം ഞാൻ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളായില്ലേ അഖിൽചേട്ടന് ഞാൻ എന്തെങ്കിലും മേടിച്ചു കൊടുത്തിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എനിക്ക് അഖിൽചേട്ടന് വേണ്ടിയിട്ട് എന്തെങ്കിലും എന്താന്ന് ഞാൻ കൺഫേം ചെയ്തിട്ടില്ല. ഒരു ജീൻസോ ഇല്ലെങ്കിൽ ഒരു ഷർട്ടോ ഇല്ലെങ്കിൽ ഒരു ഷൂസോ, അഖിൽചേട്ടന് ഭയങ്കര ഇഷ്ടമോ ബൂട്ടോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് മേടിക്കണം. അത് ഞാൻ ഇനി കൊട്ടാരക്കര ചെന്നിട്ട് എന്തുവാ മേടിക്കുന്നതെന്ന് കൺഫേം ചെയ്യത്തുള്ളൂ. ചെറിയൊരു സൗണ്ട് ഇതിനകത്ത് കാണും. കാര്യം നമ്മുടെ വീടിൻ്റെ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുവാണ്. അവർ നിർത്തിയപ്പോഴായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വ്ലോഗ് എടുക്കാൻ തുടങ്ങിയത്. പക്ഷേ ഞാൻ 2-3 ടേക്ക് ആയതുകൊണ്ട് തന്നെ അവരുടെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, ഞാൻ കൂട്ടിന് മുത്തിനെയും കൂടെ വിളിച്ചിട്ടുണ്ട്. കാര്യം മുത്തിന് നല്ല സെലക്ഷൻ ഉണ്ട് കേട്ടോ. അപ്പം മുത്തെന്ന് വിചാരിച്ചാൽ എൻ്റെ കൂട്ടുകാരി അനഘ എന്നാണ് പേര്, നമ്മൾ മുത്തെന്നാണ് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ അവൾക്ക് നല്ലൊരു സെലക്ഷൻ ഉണ്ട്. അപ്പോൾ അവളെയും കൂടെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ആണെങ്കിൽ പൈസ ഇടാനുണ്ടായിരുന്നു അക്കൗണ്ടിലോട്ട്. അങ്ങനെ 2-3 കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു കുഞ്ഞ് സർപ്രൈസും കൂടെ ഒരുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തുള്ള ചെറിയ സർപ്രൈസ് ആണെങ്കിലും കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് വിചാരിച്ചാൽ അഖിൽചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ തരുന്നത്. അഖിൽചേട്ടന് ഒന്നാമത്തെ കാര്യം എന്ന് വിചാരിച്ചാൽ അഖിൽചേട്ടന് എനിക്ക് തരാൻ തന്നെ അഖിൽചേട്ടന് ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്ക് എനിക്ക് എന്തെങ്കിലുമൊക്കെ തരും. പക്ഷേ ഇപ്പം ഞാൻ അഖിൽചേട്ടന് ഒരു സർപ്രൈസ് കൊടുത്തിട്ട് എനിക്ക് തോന്നുന്നു ഏകദേശം 3-4 മാസം അല്ലെങ്കിലേ ഉള്ളൂ അഖിൽചേട്ടന് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുത്തിട്ടായാലും അങ്ങനെ എന്തെങ്കിലും. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് എന്നാൽ പിന്നെ എന്തെങ്കിലും ഒന്ന് മേടിച്ചൊക്കെ കൊടുക്കാം. എത്രത്തോളം സക്സസ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. പിന്നെ ഞാൻ വൈകുന്നേരം വീട്ടിൽ വന്നിട്ട് കൊടുക്കാനാണ് എൻ്റെ പ്ലാൻ. ഇനിയിപ്പം ഞാൻ കടയിൽ ചെന്ന് കൊടുക്കുന്നൊന്നും അറിയത്തില്ല. എനിക്ക് എന്തെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ അന്നേരം അഖിൽചേട്ടനെ അത് കാണിക്കണം, അല്ലെങ്കിൽ അന്നേരം അഖിൽചേട്ടന് കൊടുക്കണം. അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അത് ഇനി എന്തോ ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് നോക്കി കാണാം. ഇപ്പം എന്നെ മുത്ത് വിളിച്ചിട്ടുണ്ടായിരുന്നു, അവൾ റെഡി ആയിട്ടുണ്ടെന്ന്. എന്തായാലും ഞാനും റെഡി ആയിട്ടുണ്ട് ഇരിക്കുകയാണ്. അതുകൊണ്ട് ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ മുടി ഇപ്പം ഞാൻ എപ്പോഴും എവിടെ പോയാലും മുടിയൊക്കെ പിന്നി കെട്ടിക്കൊണ്ടാണ് പോകുന്നത്. കാര്യം എന്ന് വിചാരിച്ചാൽ കാറ്റടിക്കുമ്പോഴത്തേനും എൻ്റെ മുടി നല്ലതായിട്ട് ജട പിടിക്കുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് തന്നെ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ 1 മണിക്കൂർ ഈ മുടി ഇങ്ങനെ ജട മാറ്റുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് മുടി ഞാൻ കെട്ടി വെച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചതാണ്. ഈ ഒരു വാച്ച് ഇട്ടിട്ടുണ്ട്. അഖിൽചേട്ടൻ്റെ വാച്ചായിരുന്നു, അഖിൽചേട്ടൻ എനിക്ക് തന്നെയാണ് ഗൈസ്. നല്ല മനസ്സിനുടമയായതുകൊണ്ട് തന്നെ. അപ്പോൾ ഗൈസ് നമുക്ക് എന്തായാലും പോയിട്ട് കാണാം. ഓക്കെ. അത് കഴിഞ്ഞ് നേരെ പോയത് മുത്തിനെ വിളിക്കാനായിരുന്നു. മുത്ത് കുറേ നേരമായിട്ട് ഇവിടെ വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്നിട്ടും അവളെ കൊണ്ട് ഒന്നും കൂടെ ഞാൻ നടത്തിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി. ഈ ഒരു പൂവിൻ്റെ ഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, മുത്തിനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബ്ലൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിയുമ്പോഴത്തേനും ഇതിൻ്റെ നൂലെല്ലാം പൊങ്ങി വരുന്നതുകൊണ്ട് അത് നമ്മളെടുത്തില്ല. പിന്നെയും കുറേയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് നാട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ഹാഫ് കൈ ആയിരുന്നു നമ്മൾ ആദ്യം എടുത്തിരുന്നത്. പിന്നെ വിചാരിച്ച് ഫുൾ കൈ എടുക്കുന്നത്. ഹാഫ് കൈ അഖിൽചേട്ടൻ ഇത്രയും വലിയ കൈയുള്ള അഖിൽചേട്ടൻ ഇടത്തില്ല. പിന്നെ ഈ ഒരു ഷർട്ട് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് ഞാൻ കുറേ വൈറ്റ് പിടിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വൈറ്റ് കളർ കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു അഖിൽചേട്ടൻ ഒരു ജീൻസും കൂടെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. മുത്തിൻ്റെ അടുത്ത് ആ ചേട്ടൻ്റെ ഫോട്ടോ എടുക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ അവൾ കൃത്യമായിട്ട് ഫോട്ടോ എല്ലാം വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ ബ്ലറാക്കി കളഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇതാണ് ഇങ്ങനെ ഒരു പാൻറ് എടുത്തിട്ടുണ്ടായിരുന്നു. പാൻറ് എടുക്കാൻ നേരത്ത് കുറേ നേരം എനിക്ക് കൺഫ്യൂഷൻ ആയിരുന്നു, ഏത് കളർ എടുക്കും പിന്നെ ഞാൻ വിചാരിച്ചു ആ ഷർട്ടിന് ചേരുന്ന എടുക്കാമെന്ന്. അവസാനം ഞാൻ ഏതോ ഒരു കളർ എടുത്തിട്ടുണ്ടായിരുന്നു. ദാണ്ട് ഈ ഒരു കളറായിരുന്നു എടുത്തിരുന്നത്. ഇനി അവസാനം ബില്ല് ചെയ്യാൻ നേരത്താണെങ്കിൽ വേറെ 2-3 ഷർട്ടുകളൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് ഇനി നേരെ അഖിൽചേട്ടൻ്റെ കടയിൽ ചെന്നപ്പോൾ അഖിൽചേട്ടൻ അവിടെ ഇല്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ അഖിൽചേട്ടൻ ഫുഡ് കഴിക്കാൻ പോയിരുന്നു. അത് സർബത്ത് കുടിക്കാമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു. നമ്മളെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, വാ നമുക്കൊരു സർബത്ത് കുടിച്ചിട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അഖിൽചേട്ടനെ ആ ഡ്രസ്സൊക്കെ ഞാൻ എടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഞാനും മുത്തും പറഞ്ഞേക്കുന്നത് ഇത് ജാഫറിന് മേടിച്ചേക്കുവാണെന്നാണ്. പക്ഷേ ഞാൻ കരുതിയായിരുന്നു അഖിൽചേട്ടന് മനസ്സിലായി കാണുമെന്ന്. പക്ഷേ അഖിൽചേട്ടന് മനസ്സിലായിട്ടില്ലായിരുന്നു. ജാഫറിൻ്റെ ബർത്ത്ഡേ ആണ്, അതുകൊണ്ട് നമ്മൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി മേടിച്ചതാണെന്നാണ് പറഞ്ഞത്. അത് മാത്രമല്ല നമ്മൾ കടയിൽ കയറിയപ്പോൾ അഖിൽചേട്ടൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതുപോലെ കടയിൽ നിൽക്കുവാണ്, ജാഫറിന് മേടിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അഖിൽചേട്ടൻ പറഞ്ഞ നല്ല ജീൻസ് എന്നൊക്കെ പറഞ്ഞ്. അഖിൽചേട്ടൻ ആ ഷർട്ടിനേക്കാളും കൂടുതൽ ഇഷ്ടപ്പെട്ട ആ ജീൻസ് ആയിരുന്നു. അഖിൽചേട്ടനാണെങ്കിൽ വിശ്വസിക്കുന്നേ ഇല്ലായിരുന്നു ആണോ എന്ന്. അഖിൽചേട്ടൻ തുറന്നു നോക്കാൻ അഖിൽചേട്ടൻ ഭയങ്കര പാടാണ്. ഞാൻ എന്നിട്ട് പറയും തുറന്നു നോക്ക് എന്നൊക്കെ അങ്ങ് പറയുമായിരുന്നു. ഞാൻ വിചാരിച്ചു
വിചാരിച്ച് ചിലപ്പം ഇവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ അയൽച്ചേട്ടൻ ഡൗട്ട് അടിക്കുന്നു, പക്ഷേ അല്ലായിരുന്നു. അതിൻ്റെ ഇടയ്ക്കൂടെ ആ സർബത്ത് ഉണ്ടാക്കുന്ന മാമൻ നമ്മളുടെ അടുത്ത് വർത്തമാനവും പറയുമായിരുന്നു. എന്തായാലും നല്ലൊരു സർബത്തായിരുന്നു, വലിയ മുട്ടൻ ഒരു ഗ്ലാസ്സിലായിരുന്നു ആ സർബത്ത് തരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞു, മുത്തേ മതി വീഡിയോ എടുത്തത്, വാ നമുക്ക് ഇരിക്ക് ജ്യൂസൊക്കെ കുടിക്കാമെന്ന് പറഞ്ഞ്. ഈ സർബത്ത് ഞാൻ ആദ്യമായിട്ടാട്ടോ കുടിക്കുന്നത്, ആദ്യമല്ല രണ്ടാമത്തെ വട്ടോ കുടിക്കുന്നതെന്ന് തോന്നുന്നു. ഇതിനകത്ത് എരി ഇടുമായിരുന്നു, എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല സംഭവം, കുറച്ച് മാത്രമേ ഞാൻ കുടിച്ചിട്ടുള്ളൂ. അതൊരു ആനമുട്ടൻ ഗ്ലാസ് എന്ന് തന്നെ പറയാവുന്നതാണ്. എനിക്കാണെങ്കിൽ എരിയാണെങ്കിൽ തീരെ പറ്റത്തില്ല, കാര്യം എനിക്ക് എരി അത്ര ഇഷ്ടമല്ലാത്ത കാര്യം. മധുരമാണെങ്കിൽ പിന്നെയും ഞാൻ കഴിച്ചേനെ. മുത്താണെങ്കിൽ ആ ഗ്ലാസും കൊണ്ട് 1/4 മണിക്കൂർ ഇരുന്ന്. അഖിൽച്ചേട്ടൻ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കുടിച്ച് തീർത്തെന്ന് പറയാം. പിന്നെ അഖിൽച്ചേട്ടൻ്റെ കടയിലോട്ട് പിന്നെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഒരു സ്ലിപ്പ് മേടിക്കണമായിരുന്നു. അതും മേടിച്ചിട്ട് നേരെ ഞങ്ങൾ പോയത് മുത്തിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. മുത്തിനൊരു ജീൻസ് എടുക്കണമായിരുന്നു. അങ്ങനെ അവിടെ നോക്കിയപ്പോഴത്തേന് എല്ലാം സ്ക്രാച്ച് പാൻറ്റുകളായിരുന്നു. സ്ക്രാച്ച് പാൻറ്റ് അവൾക്ക് ഇഷ്ടമാണ്, പക്ഷെ അവൾ തിരക്കി വന്ന പാൻറ്റ് അതല്ലായിരുന്നു. പിന്നെ ആണെങ്കിൽ ഞാൻ എടുക്കുന്ന പാൻറ്റുകളെല്ലാം പട്ടാന്നങ്ങ് തറയിൽ വീഴുമായിരുന്നു. ഇതിപ്പോൾ 2-3 എണ്ണമൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇട്ടത്. എന്നിട്ട് ഞാൻ അവളുടെ അടുത്ത് പറയുക, കണ്ടോ തറയിൽ പോകുന്നുണ്ടോ, എനിക്ക് തന്നെ അങ്ങ് ചിരി വരുമായിരുന്നു. ഞാൻ അങ്ങേയറ്റം തൊട്ട് ഇങ്ങേയറ്റം വരെ എടുത്ത് എല്ലാം തറയിൽ വീഴുമായിരുന്നു. ഈ ഒരു ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വിചാരിച്ചാൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞാൻ ഇത് ട്രയൽ ചെയ്തൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷേ സൈസ് കറക്റ്റ് അല്ലായിരുന്നു. അതുകൊണ്ട് പിന്നെ വെക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബ്ലൂ സ്ക്രാച്ച് പാൻറ്റ് എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷേ വീട്ടിലിടാൻ സമ്മതിക്കാത്തത് കൊണ്ട് പിന്നെ അൽച്ചേട്ടൻ എന്നെ വഴക്ക് പറയുന്നത് കൊണ്ട് ഞാൻ അതുപോലെ തിരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ കയ്യിലിരിക്കുന്ന ബ്ലാക്ക് പാൻറ്റ് എന്ന് വിചാരിച്ചാൽ അവൾ എടുത്തായിരുന്നു. അതുകൊണ്ട് ഈ ഒരു പലാസ മോഡൽ ഈ ഒരു പാൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വീട്ടിൽ ചെന്നപ്പോൾ അഖിൽച്ചേട്ടനെ ഈ വീഡിയോ എല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു, സർപ്രൈസ് ഒക്കെ കൊടുത്തതിന് ശേഷം. അപ്പോൾ അഖിൽച്ചേട്ടനും ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അഖിൽച്ചേട്ടൻ പറഞ്ഞു മേടിച്ചുകൂടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. നല്ല വിലക്കുറവെന്ന് വിചാരിച്ചാൽ അത്യാവശ്യം നല്ല വിലക്കുറവുണ്ടായിരുന്നു. മുത്ത് ഓരോ പാൻറ്റ് എടുത്തിട്ടും ജാഫറിനെ വിളിച്ചിട്ട് ചോദിക്കും, അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന്. അങ്ങനെ മുത്തിന് ഇഷ്ടപ്പെടാത്ത സാധനം കിട്ടാത്തത് കൊണ്ടാണ് മുത്ത് ഇങ്ങനെ വിഷമിച്ച് കിടക്കുന്നത്. നമ്മൾ വലിയ ഒരു സൈസ് എന്തുവാ പാൻറ്റിൻ്റെ പേരെന്ന് എനിക്കറിയില്ല, ഇങ്ങനെ വലിയ ബലൂൺ പോലെ കിടക്കുന്ന ഒരു സൈസ് പാൻറ്റായിരുന്നു അവൾ തപ്പി വന്നത്. ആ ടൈപ്പ് പാൻറ്റ് എനിക്കിഷ്ടമല്ല, പക്ഷെ അവൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇവർ ഇട്ടുകൊണ്ട് കിടക്കുന്നതും കാണാം ഇടയ്ക്കിടയ്ക്ക്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇവിടെയൊക്കെ അടിപൊളി പലാസ പാൻറ്റുകളൊക്കെ കിടക്കുന്നതാണ്. നല്ല റേറ്റ് കുറവെന്ന് വിചാരിച്ചാൽ അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ്. പിന്നെ ഞങ്ങളവിടെ ഒരു 1/4 മണിക്കൂറിൽ കൂടുതൽ ഞങ്ങൾ ആ കടയിൽ നിന്നെന്ന് തന്നെ പറയാം ആ പാൻറ്റ് തപ്പി, പക്ഷേ കിട്ടിയില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ എന്തൊക്കെയോ പറയുകയാണ്. അവളുടെ മുഖത്ത് ഒരു മ്ലാനത കണ്ടോ ഗൈസ്, മ്ലാനത. അവൾക്കങ്ങ് വിഷമം വരുമായിരുന്നു അത് കിട്ടാത്തതിന്. നമ്മൾ എത്ര നേരം ആ കടയിൽ നിന്നെന്ന് നമുക്ക് തന്നെ അറിയത്തില്ലായിരുന്നു. പിന്നെ കുറേ നേരത്തേക്ക് ഇവിടെ സ്റ്റാഫ് ഇല്ലായിരുന്നു. അതുപോലെ തന്നെ ദാണ്ട് ഈ ഒരു ലാവൻഡർ കളർ ഉടുപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ എന്തോ കറ പറ്റിയിരിക്കുമായിരുന്നു. ഇല്ലായിരുന്നെങ്കിൽ ആ ഉടുപ്പ് അന്നേരം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടായിരുന്നു. ഭയങ്കര ചീപ്പ് റേറ്റിലാണ് ഇവിടെ ഡ്രസ്സുകളെല്ലാം കൊടുക്കുന്നത്. അടിപൊളിയാണ് ഗൈസ്. ഒരുപാട് കളക്ഷൻസും ഉണ്ട്. നമ്മൾ ഈ വലിയ കടയിൽ പോയിട്ട് മേടിക്കുന്നത് പോലെയല്ല. വലിയ കടയിൽ പോകുമ്പോൾ 2000, ഇവിടെ നിന്ന് മേടിച്ചാൽ 500 രൂപയ്ക്കകത്ത് നിൽക്കും. പക്ഷെ അടിപൊളിയായിരുന്നു. എന്തായാലും കുറേ കളക്ഷൻസ് ഉണ്ട്. ഞാൻ എങ്ങനെ തപ്പിപ്പോയി കഴിഞ്ഞാലും പിങ്ക്, ലാവൻഡർ, ബ്ലാക്ക് ഇതൊക്കെ എൻ്റെ കയ്യിൽ വന്ന് ചേരത്തുള്ളൂ. മുത്തന്നെ വഴക്ക് പറയുന്നു, നീ ഏതെടുത്താലും ഇങ്ങനത്തുള്ള എടുക്കത്തുള്ളൂ എന്ന്. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പിന്നെയും ഞാൻ ഈ പലാസയെ ചുറ്റിപ്പറ്റി വരുമായിരുന്നു. പിന്നെ ഈ ഒരു വൈറ്റ് പാൻറ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനൊക്കെ നല്ല വിലക്കുറവായിരുന്നു. അത്യാവശ്യം വലിയ കടയിൽ നിന്ന് എടുക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നല്ല റേറ്റ് കുറവാണ്. പിന്നെ മെറ്റീരിയലിന് വ്യത്യാസമുണ്ട് കണ്ടോ. പിന്നെ ഞാൻ പോയി ഒരു ലാവൻഡർ കളർ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സ് കണ്ടപ്പോൾ ഞാൻ പറയുകയും ചെയ്തു, ശ്രീജക്കുഞ്ഞമ്മയ്ക്ക് ഈ കളർ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ കുഞ്ഞമ്മ ഇതെപ്പോഴും എടുക്കും, ഇങ്ങനത്തുള്ള ഡ്രസ്സുകളാണ് എടുക്കുന്നതെന്ന് ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ടൈപ്പ് ഒരു ഡ്രസ്സ് എടുക്കണം എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം, കാരണം ഈ ടൈപ്പ് ഒരു ഡ്രസ്സ് എനിക്കില്ല. ഞാൻ കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ്. അതൊരെണ്ണം മേടിക്കണം എന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ മേടിച്ചിട്ടില്ല ഗൈസ്. മേടിക്കണം എന്ന് വിചാരിച്ചേ ഉള്ളൂ. പിന്നെ ആണെങ്കിൽ അവിടെ കുട്ടി കുട്ടി പാവാടകളുണ്ടായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. പണ്ടൊക്കെ എനിക്ക് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പം ഞാൻ അതൊന്നും ഇടാത്തത് കൊണ്ടില്ല. ഉള്ളതെല്ലാം എടുത്ത് ആർക്കൊക്കെയോ എടുത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സാധാരണ ഞാൻ എൻ്റെ ഡ്രസ്സൊന്നും ആർക്കും കൊടുക്കാത്തതാണ്, എനിക്കിഷ്ടമല്ല എൻ്റെ സാധനങ്ങളൊന്നും കൊടുക്കുന്നത്. പിന്നെ ആണെങ്കിൽ താഴേന്ന് ഒരു ചെറുക്കൻ വന്നിട്ട് അതിൻ്റെ മുകളിലെല്ലാം അവളുടെ സൈസിനുള്ള പാൻറ്റ് കിട്ടുമെന്ന് തപ്പുമായിരുന്നു. ഒരുപാട് നേരം തപ്പി, പക്ഷെ കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഇനി സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് നേരെ ഞങ്ങൾ രണ്ടുപേരും കൂടെ വീട്ടിലോട്ട് പോവുകയാണ്. ഹലോ ഗൈസ്, അപ്പം ഞാൻ പോയിട്ട് വന്നിട്ടുണ്ട്. എന്തായാലും പോയിട്ട് വന്നപ്പോഴത്തേന് നല്ല ക്ഷീണം. ഇനി ആ കട്ടിലിലോട്ടൊന്ന് കയറി കിടക്കുവോ ഉറങ്ങുവോ. അതിന് മുമ്പ് ഒരു ചെറിയൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് പോകാമല്ലോ എന്ന് ഞാൻ വിചാരിച്ച്. ഉച്ചയ്ക്ക് പോയതുകൊണ്ട് തന്നെ എൻ്റെ പൊന്നും പറയാൻ വയ്യ. അപ്പം ഉച്ചയ്ക്കായിട്ട് പോലും അപ്പുറത്തെ വീട്ടിലെ പണിയുടെ ശബ്ദം ഇപ്പോഴും ഉണ്ട്. ചെറിയ ഡിസ്റ്റർബൻസ് കാണും സൗണ്ടിൻ്റെ. നമ്മുടെ അപ്പുറത്തെ വീട്ടിൽ പണി നടക്കുക, ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അഖിൽച്ചേട്ടൻ്റെ ഡ്രസ്സൊക്കെ മേടിച്ച് ഇതുകൊണ്ട് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇനി വൈകിട്ട് അഖിൽച്ചേട്ടൻ വന്നിട്ട് ഇത് അഖിൽച്ചേട്ടനാണെന്ന് പറയണം, അഖിൽച്ചേട്ടന് മേടിച്ചതാന്ന് പറയണം. അപ്പോൾ അഖിൽച്ചേട്ടൻ്റെ മുഖത്തുണ്ടാവുന്ന സന്തോഷം, ഈ സർപ്രൈസ് എത്രത്തോളം വിജയിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല കേട്ടോ. എന്തായാലും നമുക്കൊന്ന് നോക്കാം. എന്തായാലും വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ, വിജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസവും. എന്താണെന്ന് അറിയത്തില്ല.
എന്തായാലും ഞാൻ ഭയങ്കര സന്തോഷമാണ്. ഞാൻ അയൽച്ചേട്ടന് എന്തെടുക്കണം എന്ന് പറഞ്ഞു പോയിട്ട് അയൽച്ചേട്ടനൊരു ഷർട്ടും ഒരു പാൻറ്റും എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബൂട്ട് എടുക്കണം എന്ന് വിചാരിച്ചായിരുന്നു. ബൂട്ട് എടുക്കാൻ പിന്നെ പറ്റിയില്ല. ഉടുപ്പും പാൻറ്റും മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. എന്നാലും എന്നെക്കൊണ്ടാവുന്ന എടുക്കാൻ പറ്റിയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്തായാലും അയൽച്ചേട്ടൻ ഇനി വൈകിട്ട് വന്നിട്ട് നമുക്ക് കാണാം. ഓക്കെ ഗൈസ്, അയൽച്ചേട്ടൻ വന്നിട്ട് കാണാം. ഹലോ ഗൈസ്, അപ്പോൾ അഖിൽ ചേട്ടൻ വന്നിട്ടുണ്ട്. അഖിൽ ചേട്ടൻ വരാൻ കുറേശ്ശെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. എന്തായാലും അഖിൽ ചേട്ടൻ വന്നിട്ടുണ്ട്. അഖിൽ ചേട്ടൻ കേൾക്കത്തില്ല, അത് ഞാൻ പതുക്കെ പറയുന്നത്, ഒട്ടും കേൾക്കാതിരിക്കുക. ഹെഡ്ഫോൺ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് കേൾക്കത്തില്ല. എന്നാലും ഞാൻ ഒരുപാട് ഒച്ചയിൽ പറയാൻ പറ്റത്തില്ലല്ലോ, അപ്പം നമുക്ക് കൊടുക്കാം. അപ്പം ആദ്യമേ ഞാൻ റീൽസ് ചെയ്യുകയെന്ന് പറഞ്ഞിട്ടാണ്. കാര്യം എനിക്ക് ഫോൺ എവിടെയെങ്കിലും വെച്ചാൽ അഖിൽ ചേട്ടന് മനസ്സിലാവും. അപ്പോൾ അഖിൽ ചേട്ടൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞേക്കുന്നത്, അഖിൽ ചേട്ടൻ വീഡിയോ ചെയ്യാൻ വാ എന്ന് പറഞ്ഞാൽ വിളിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് സ്റ്റാൻഡിനകത്ത് ഫോൺ വെക്കാം, അപ്പോൾ അഖിൽ ചേട്ടന് ഡൗട്ട് തോന്നത്തില്ല. എന്നിട്ട് ഞാൻ കണ്ണടച്ചിട്ട് എന്തെങ്കിലും ഒരു കണ്ടൻറ്റ് കാണാൻ പറയണം. അത് എന്തുവെന്ന് വിചാരിച്ചാൽ അപ്പം എൻ്റെ കിട്ടുന്ന ആ കണ്ടൻറ്റാണ്. അപ്പം അഖിൽ ചേട്ടൻ വരാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അതാണ് ഞാൻ റെഡി ആയിട്ടാണ് കണ്ടോ, ഞാൻ അഖിൽ ചേട്ടൻ വരുന്നതിന് മുമ്പേ ഞാൻ റെഡി ആയിട്ടാണ് ഇരുന്നത്. കാര്യം ഇല്ലെങ്കിൽ അഖിൽ ചേട്ടൻ വരത്തില്ല. അഖിൽ ചേട്ടൻ വന്ന് കയറുമ്പോഴേ 2-3 റീൽസ് എടുക്കാൻ അഖിൽ ചേട്ടൻ സമ്മതിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ പിന്നെ അഖിൽ ചേട്ടൻ കട്ടിലിൽ കിടന്ന് സിനിമ കാണാൻ തുടങ്ങി പിന്നെ സമ്മതിക്കില്ല. അപ്പോൾ അഖിൽ ചേട്ടൻ വരുന്നതിന് മുമ്പേ സത്യം പറഞ്ഞാൽ ഞാൻ റെഡി ആയിട്ട് നിന്നെയാണ്. അപ്പം നമുക്ക് അഖിൽ ചേട്ടനെ റീൽസ് ചെയ്യാൻ വിളിക്കാം. ഓക്കെ അഖിൽ ചേട്ടാ, അഖിൽ ചേട്ടാ, അഖിൽ ചേട്ടാ, റീൽസ് ചെയ്യാൻ വരുമോ? വാ, ഞാൻ അഖിൽ ചേട്ടൻ്റെ വീഡിയോ എടുത്തോണ്ടിരിക്കുമോ, റീൽസ് ചെയ്യാൻ വാടാ. എന്തുവാ വായിക്കുന്നേ? ഒറ്റ ഒരു റീൽസ് പ്ലീസ്. ജസ്റ്റ് അഖിൽ ചേട്ടൻ ഇങ്ങനെ കണ്ണടച്ചിരിക്കുവോ, അപ്പോൾ അഖിൽ ചേട്ടനെ ഞാൻ എന്തെങ്കിലും ഇതാക്കാം. എന്തുവാ, വാ പ്ലീസ്. ഇതതിന് മുമ്പിടുന്നയാ, പ്ലീസ് വരുമോ? വാ വാ, എല്ലാവരും വീഡിയോ ഒക്കെ എടുക്കാൻ വരും. അഖിൽ ചേട്ടൻ വരത്തില്ല. വാ അഖിൽ ചേട്ടാ, വാ വാ, കുഴപ്പമില്ല, വരട്ടെ. സ്റ്റാൻഡ് എടുത്തോണ്ടോന്ന് ഇപ്പം വെക്കാം. താങ്ക് യു. കണ്ടന്റ് എന്തോന്ന് ഞാൻ പറയാം. എങ്ങനെ പറഞ്ഞിരുന്നേ? കേക്ക്. അഖിൽ ചേട്ടൻ ഉണ്ടല്ലോ, ഇപ്പൊ ഞാൻ ഒരു സാധനം കൊണ്ടുവരും. ഒന്ന് ഈ പൂവില്ലെങ്കിൽ പാത്രത്തിൽ അഖിൽ ചേട്ടൻ്റെ കടല അങ്ങനെ എന്തെങ്കിലും സാധനം കൊണ്ടുവരും. അപ്പൊ അഖിൽ ചേട്ടൻ ഉണ്ടല്ലോ ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് പറയണം. വേണ്ട, ഈ അപ്പോഴുണ്ടല്ലോ അഖിൽ ചേട്ടൻ തൊട്ട് നോക്കിയിട്ട് എന്തുവാന്ന് പറയണം. ക്യാമറ നോക്കരുത്, എന്നെ നോക്കിയാൽ മതി. ഓക്കെ, സ്റ്റാൻഡിനകത്ത് ഇപ്പൊ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ആദ്യം അഖിൽ ചേട്ടൻ പറഞ്ഞിരുന്നു. നമുക്ക് മറ്റേ ബിഹൈൻഡ് ദ സീനോ എന്തുവാ പറയുന്നത്? അതാ കണ്ണോടാ, നേരെ കണ്ണടാ, നേരെ സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോ ചെയ്യുക. എല്ലാരും നോക്കും. മുടിയൊക്കെ വെക്കുന്നത് ആ മുടി വന്ന ബബിള് പോയി. കണ്ണടാ കണ്ണടാ, നല്ല ചെയ്യുന്ന കളിയാക്കുന്ന പോലെ ഇരിക്കാതെ. കണ്ണടാ, ചിരിക്കാതെ. എന്തിനാ ചിരിക്കുന്നേ? നേരെ ഓക്കെ ആണേ. കണ്ണ് തുറക്കരുത്, ഞാൻ ഇവിടെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓക്കെ. കൈ നീട്ട്, കണ്ണ് തുറക്കരുത്. ഇങ്ങനെ വെക്കും. ഈ കയ്യിൽ ഒന്ന് നോക്കാം, ഈ കയ്യിൽ ഒന്ന് നോക്കാം. ഓക്കെ, തുറക്കരുത് കേട്ടോ. ഇനി തറ. എനിക്ക് വാങ്ങിച്ചതാണോ? എന്തുവാ ഇല്ല, നല്ല രസം. കുറ്റം പറയുന്നു. കുഴപ്പമില്ല, ഇട്ട് നോക്ക്, ഇട്ട് നോക്കണം. ഹലോ, അപ്പം ഇന്നലത്തെ ബാക്കി വീഡിയോ ആണ് ഇന്ന്. കാര്യം Day 2 ആണ്. എന്ന് വെച്ചാൽ ഇന്ന് January 2 ആണ്. ഇന്നലെ January 1 ആയിരുന്നു. പുതുവത്സര ദിവസം അഖിൽ ചേട്ടന് ഒരു പുതിയൊരു തുടക്കം ആവട്ടെ എന്നൊക്കെ വിചാരിച്ചാണ് ഞാനൊരു സർപ്രൈസ് കൊടുത്തത്. അപ്പം ഇന്നലെ ഞാൻ എടുത്ത ഡ്രസ്സിനകത്ത് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. കാര്യം ഞാൻ അഖിൽ ചേട്ടന് എടുത്തത് ലാർജ് ആയിരുന്നു, അത് ഭയങ്കര വലുതാണ്. പിന്നെ അത് ബനിയൻ ആയതുകൊണ്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പം ഇന്ന് അഖിൽ ചേട്ടൻ ലീവ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ പോയി മാറാം, ചുമ്മാ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇന്നലെ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ കൊണ്ടുവരും. മിസ്റ്റേക്ക് എന്നല്ല,
എനിക്ക് ഈ സൈസിൻ്റെ കാര്യം എപ്പോഴും ഞാൻ മറന്നു പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അവരോട് പറഞ്ഞിട്ടും ഉണ്ടായിരുന്നു എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ കൊണ്ടുവരാം. എന്നിട്ട് അവർ പറഞ്ഞു കൊണ്ടുവന്നോളാൻ പറയാം. അൽച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, അൽച്ചേട്ടാ നമുക്ക് പോയി മാറിയിട്ട് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അൽച്ചേട്ടനും കൂടെ റെഡി ആയിട്ടുണ്ട്. അത് ചിലപ്പോൾ ഞങ്ങൾ തേവന്നൂരും കൂടെ പോകും. കാര്യം അൽച്ചേട്ടൻ്റെ ATM കാർഡ് വന്നിട്ടുണ്ട്, തേവന്നൂർ വീട്ടിൽ വന്നിരിപ്പുണ്ടെന്ന് അമ്മൂമ്മ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പം പറ്റുമെങ്കിൽ അതും കൂടെ പോയി എടുക്കും, ചിലപ്പോഴേ പോകത്തുള്ളൂ. അപ്പം നമ്മളിവിടെ പോയി ഡ്രസ്സും മേടിച്ചു. പിന്നെ നമുക്ക് വേറെ 2 ഇടത്തും കൂടെ പോകാനുണ്ട്, അവിടെയും പോയിട്ട് പിന്നെ നമ്മൾ തേവന്നൂർ പോകും. എല്ലാം കൂടെ ഒരു ദിവസം നടക്കട്ടെ എന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കിനി പോകുന്ന വഴിക്ക് കാണാം അല്ലേ. എൻ്റെ ഔട്ട്ഫിറ്റ് കാണിക്കാൻ മറന്നുപോയി ഗൈസ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് പാൻറ്റ്, ഈ ഒരു ഉടുപ്പുമാണ്. മുടി എന്നത്തെയും പോലെ ഞാൻ എന്താണ്ട് ഇങ്ങനെ പിന്നിയിട്ടിട്ടുണ്ട്. കാര്യം ഇപ്പം ഭയങ്കര എന്തോ വെക്കുക, ഭയങ്കര കാറ്റാണ്. അതുകൊണ്ട് തന്നെ മുടിയൊക്കെ ഭയങ്കരമായിട്ട് അങ്ങ് ഡ്രൈ ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് ഭയങ്കര പാടാണ് വീട്ടിൽ വന്ന് കഴിഞ്ഞ് ജട മാറ്റാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ മുടി താണ്ട് ഇങ്ങനെ പിന്നിയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി പോയിട്ട് കാണാം. ടാറ്റാ. അപ്പോൾ നമ്മൾ ഇറങ്ങുകയാണ്. ബൈ ബൈ, ടാറ്റാ. പോയി അൽച്ചേട്ടന് വീഡിയോ എടുക്കുന്ന ഇഷ്ടമല്ല ഗൈസ്. ഇറങ്ങി നമ്മൾ ആദ്യം പോയതെന്ന് വിചാരിച്ചാൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിലോട്ടാണ്, കൊട്ടാരക്കരയിലുള്ള. അവിടെ പോയിട്ടാണ് ഡ്രസ്സ് മാറിയത്. ഇവിടെ നിന്നായിരുന്നു ഇന്നലെ ഞാൻ മേടിച്ചിരുന്നത്. പിന്നെ അൽച്ചേട്ടൻ അവിടെ കിടന്ന ഒരു ഷർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഇന്നലെ ഈ ഷർട്ട് ഞാൻ കണ്ടിരുന്നതാണ്. ഈ കഴുത്ത് ഇങ്ങനെ ആയതുകൊണ്ട് ഈ അൽച്ചേട്ടന് ഇഷ്ടപ്പെടത്തില്ലെന്ന് വിചാരിച്ചാണ് ഞാനിത് വാങ്ങാതിരുന്നത്. അടിപൊളി ഷർട്ടായിരുന്നു, അൽച്ചേട്ടനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കഴുത്തും കുഴപ്പമില്ല, നല്ല രസമുണ്ടെന്ന് തോന്നി. ഇന്നലെ നമ്മൾ ഇവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന പാൻറ്റ് ഇട്ടുകൊണ്ടായിരുന്നു വന്നത്. ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ തേവന്നൂരോട്ട് പോകാമെന്ന്. ആദ്യം വിചാരിച്ചു പോകണ്ടായിരുന്നു, പിന്നെ പോകാമെന്ന് വിചാരിച്ചു. അൽച്ചേട്ടൻ്റെ ATM കാർഡ് എടുക്കണമായിരുന്നു. നമ്മൾ അവിടെ ചെന്നപ്പോഴത്തേനും വീണയും സുബിനും ഒക്കെ അവിടെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അമ്മൂമ്മ കുളിച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങുമായിരുന്നു. എന്നിട്ട് അൽച്ചേട്ടനാണെങ്കിൽ എന്തൊക്കെയോ പറയുമായിരുന്നു. ലിയ ആണെങ്കിൽ അവിടെ എന്താ പറയുന്നത്, എന്നെ കണ്ടപ്പോഴത്തേന് ദേഹത്തൊക്കെ ചടിക്കറി. എന്നെക്കാളും സ്നേഹം അൽച്ചേട്ടനോടാണ്. പിന്നെയാണെങ്കിൽ എടുത്ത വീഡിയോ അപ്പം തന്നെ എഡിറ്റ് ചെയ്യുമായിരുന്നു. അൽച്ചേട്ടൻ വന്നു കഴിഞ്ഞാൽ ഇതിനൊന്നും സമ്മതിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് ATM കാർഡ് പൊട്ടിക്കുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അൽച്ചേട്ടൻ ATM കാർഡ് പൊട്ടിക്കുന്ന വീഡിയോ ആയിരുന്നു എടുത്തത്. പക്ഷേ ഞാൻ അവിടെ കാര്യവും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകുമായിരുന്നു. അതുകൊണ്ട് കുറേ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇറങ്ങാൻ നേരത്തെ അൽച്ചേട്ടൻ അവിടെ നിന്ന് കാന്താരി എല്ലാം പറിക്കുമായിരുന്നു. അൽച്ചേട്ടൻ ഭയങ്കര ഇഷ്ടമാണ് കാന്താരി. അതിനകത്ത് അത്യാവശ്യം നന്നായിട്ട് കാന്താരി നിൽപ്പുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അമ്മൂമ്മ അവിടെ നിന്ന് ഓരോ കഥകൾ പറയുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ പോകാൻ നേരത്ത് ഭർത്താവ് ഭാര്യയുടെ തലേന്ന് പൊടിയൊക്കെ എടുത്ത് കൊടുക്കുമായിരുന്നു. അമ്മൂമ്മയാണെങ്കിൽ ഇവിടെ നിൽക്കുമായിരുന്നു. ലിയയും കൊണ്ട് അൽച്ചേട്ടൻ സ്കൂട്ടിയിൽ അങ്ങോട്ട് പോയി. തിരിച്ചു പോയപ്പോൾ ഞങ്ങൾ കൊട്ടാരക്കര എൻ്റെ കുടുംബ വീട്ടിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. ഇഷ്ടംപോലെ പൂക്കൾ വയ്ക്കുന്നുണ്ട്. പിന്നെ രാത്രിയാണെങ്കിൽ ഞാനും അൽച്ചേട്ടനും കൂടെ വർക്ക്ഷോപ്പിൽ പോയി. അപ്പം ഗോകുലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനും അവനും കുറേ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അൽച്ചേട്ടൻ വർക്ക്ഷോപ്പിൻ്റെ അകത്തോട്ട് പോയി വണ്ടിയൊക്കെ നോക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ഞങ്ങൾ പഴയ വർത്താനമൊക്കെ പറയുമായിരുന്നു. അപ്പം നമ്മുടെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. ബൈ ബൈ, ടാറ്റാ, ലവ് യു.